Hi everyone. ഇനി നമുക്ക് ആക്ഷൻ ഓഫ് ഫിനോഫ്തലീൻ ആൻഡ് മീഥൈലോറഞ്ച് ഈ പോർഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഫിനോഫ്തലീൻ, മീഥൈലോറഞ്ച് എന്നീ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ഓസ്റ്റ്വാൾഡിൻ്റെ തിയറി പ്രകാരം ദേ ആർ വീക്ക് ഓർഗാനിക് ആസിഡ്സ് ഓർ ബേസസ്. വീക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. ദേ കണ്ടെയ്ൻ ഡിസോസിയേറ്റഡ് മോളിക്യൂൾ ആൻഡ് അൺഡിസോസിയേറ്റഡ് മോളിക്യൂൾ വിച്ച് ആർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. ആ ഒരു കണ്ടീഷൻ്റെ തിയറി പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനിയും നമ്മൾ അതേ ഒരു സിറ്റുവേഷൻ ഫിനോഫ്തലീൻ എന്ന ഇൻഡിക്കേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഫിനോഫ്തലീൻ ഒരു ആസിഡ് ബേസ് ടൈട്രേഷനിൽ ഉപയോഗിക്കുമ്പോൾ അതിനെങ്ങനെയാണ് കളർ ചേഞ്ച് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ഫിനോഫ്തലിനെ നമുക്ക് HPH എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. കാരണം അതൊരു വീക്ക് ആസിഡാണ്. ആസിഡിനകത്ത് H+ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഫിനോഫ്തലിനെ നമ്മൾ HPH എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അത് ഡിസോസിയേറ്റ് ചെയ്തുണ്ടാവുന്ന അയോൺസ് H+ഉം PH- ആണ്. നമ്മൾ നേരത്തെ എഴുതിയ, അതായത് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞ ആസിഡ് ഓസ്റ്റ്വാൾഡിൻ്റെ തിയറിക്ക് വളരെ സിമിലർ ആയിട്ടുള്ളൊരു ഇക്വേഷനാണിത്. അവിടെ നമ്മൾ HIN റിവേഴ്സിബിളി ഗിവിങ് H++ IN- എന്നായിരുന്നു എഴുതിയിരുന്നത്. അതേപോലെ തന്നെയാണ് ഫിനോഫ്തലിനും നമ്മൾ എഴുതുന്നത്. സിൻസ് ഇറ്റ് ഇസ് എൻ ആസിഡ്, HPH ഗിവിങ് H++ PH-. ദിസ് ഇസ് ദ കളർ 1, ദറ്റ് ഈസ് കളർലെസ്. ദിസ് ഇസ് ദ കളർ 2, ദറ്റ് ഈസ് പിങ്ക്. കളർലെസ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് സംശയം വരേണ്ട കാര്യമില്ല, നമുക്കത് പറയാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഇക്വേഷനിലേക്ക് തന്നെ നമ്മൾ പോയാൽ, അസിഡിക് കണ്ടീഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഫിനോഫ്തലിൻ ഞാൻ ഒഴിക്കുന്ന സൊല്യൂഷൻ അസിഡിക് സ്വഭാവമുള്ളതാണ് എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച്. അസിഡിക് സ്വഭാവം ഉള്ളതാവുമ്പോൾ അതിൽ H+ അയോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനിൽ H+ അയോൺസ് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസെൻട്രേഷൻ കൂടാൻ തുടങ്ങും. H+ കൂടുന്നത് കൊണ്ട് തന്നെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസെൻട്രേഷൻ കൂടും. സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും. സിസ്റ്റം അത് മാനേജ് ചെയ്യാൻ ശ്രമിക്കും. എങ്ങനെയാണ് ഈ HPH എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നത്? കൂടിയ H+നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് H+ഉം PH- കൂടെ കമ്പൈൻ ചെയ്ത് തിരിച്ചത് HPH ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഞാനൊന്നുകൂടെ പറയാം. സിസ്റ്റം അസിഡിക് ആണെങ്കിൽ, അതായത് ഞാൻ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്ന സൊല്യൂഷൻ അസിഡിക് സ്വഭാവമുള്ളതാണെങ്കിൽ അവിടെ H+ അയോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസെൻട്രേഷൻ കൂടും. H+ കൂടുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസെൻട്രേഷൻ കൂടും. സിസ്റ്റം അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് H+ അയോൺസും PH- അയോൺസും കൂടെ കമ്പൈൻ ചെയ്ത് HPH എന്നൊരു കണ്ടീഷനിലേക്ക് മാറും. അപ്പോൾ ഫിനോഫ്തലിൻ കളർലെസ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതായത് അസിഡിക് കണ്ടീഷനിലേക്ക് ഞാൻ ഫിനോഫ്തലിനെ കൊണ്ടുവന്നാൽ അത് കളർലെസ് ആയിട്ട്, അതിന് പ്രത്യേകിച്ച് ഒരു കളറും കാണിക്കുന്നില്ല. അടുത്തൊരു സിറ്റുവേഷൻ, ഫിനോഫ്തലിൻ ഒരു ബേസിക് സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ബേസിക് സിറ്റുവേഷൻ ആകുമ്പോൾ അവിടെ OH- അയോൺസ് ആണ് ഉള്ളത്. ആ OH- അയോൺസ് H+ഉമായിട്ട് ചേർന്ന് വാട്ടറായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസെൻട്രേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. H+ അയോൺസ് ഇവിടെ നിന്ന് OH- കമ്പൈൻ ചെയ്യാൻ പോകുമ്പോഴത്തേനും ഈ റൈറ്റ് ഹാൻഡ് സൈഡ് RHSലെ കോൺസെൻട്രേഷൻ കുറയും. ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും. സിസ്റ്റം അത് മാനേജ് ചെയ്യാൻ ശ്രമിക്കും. എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുന്നത്? കൂടുതലായിട്ട് HPH ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം PH- മാറും. അപ്പോൾ എത്ര H+ ആണോ കുറഞ്ഞത് അതിലേക്ക് ഈ ഡിസോസിയേഷൻ വഴി കൂടുതൽ H+ വരികയും സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഉള്ള HPH എല്ലാം തന്നെ ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം PH- മാറും. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് PH- ആണ് സൊല്യൂഷനിലുള്ളത്. അപ്പോൾ സൊല്യൂഷൻ പിങ്ക് ആയിട്ട് കാണപ്പെടും. അതായത് ഫിനോഫ്തലിൻ ബേസിക് അറ്റ്മോസ്ഫിയറിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ഷോ പിങ്ക് കളർ. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അസിഡിക് സൊല്യൂഷനിലേക്ക് നമ്മൾ ഫിനോഫ്തലിനെ കൊണ്ടുവന്നാൽ it will appear as colorless, while if we are introducing this phenolphthalein to a basic atmosphere, it will show the pink color. ഇതാണ് ആ ഒരു കളർ ചേഞ്ച്.
അസിഡിക് സൊല്യൂഷനിൽ ഫിനോഫ്തലിൻ ഒഴിച്ചാൽ, ഇപ്പം നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്കിൽ കുറച്ച് HCl എടുത്തിട്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ട് അതിലേക്ക് ഫിനോഫ്തലിൻ ഒഴിച്ചാൽ അവിടെ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കളറും നമുക്ക് കാണാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് കളർലെസ്. ഇനി അതെല്ലാം ഇതിനകത്തേക്ക് ഞാൻ NaOH വെച്ച് ടൈട്രേറ്റ് ചെയ്യുന്നു. HClലും NaOHും മൊത്തത്തിൽ ന്യൂട്രലൈസ്ഡ് ആയിട്ട് അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്ന 1 ഡ്രോപ്പ് NaOH അത് സിസ്റ്റത്തെ ബേസിക് സൊല്യൂഷൻ ആക്കും. അപ്പോൾ എന്ത് പറ്റും? ഫിനോഫ്തലിൻ വിൽ ഷോ എ പിങ്ക് കളർ. അല്ലെങ്കിൽ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ NaOH ഏതെങ്കിലും ഒരു ബേസ് എടുത്തിട്ട് അതിലേക്ക് ഫിനോഫ്തലിൻ ഒഴിച്ചാലും അത് പിങ്ക് കളറായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അടുത്തത് മീഥൈൽ ഓറഞ്ച്. നമ്മൾ നേരത്തെ ഫിനോഫ്തലിൻ പറഞ്ഞു, അതൊരു വീക്ക് ഓർഗാനിക് ആസിഡ് ആണ്. അതുകൊണ്ട് നമുക്കതിനെ HPH എന്ന് റെപ്രസെന്റ് ചെയ്യാം. മീഥൈൽ ഓറഞ്ചിന്റെ കാര്യം പറഞ്ഞാൽ, മീഥൈൽ ഓറഞ്ച് ഒരു വീക്ക് ബേസ് ആണ്. വീക്ക് ബേസ്, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് MEOH എന്നാണ്. അതിന്റെ ഡിസോസിയേഷൻ ശ്രദ്ധിച്ചേ. ദാറ്റ് ഡിസോസിയേറ്റ്സ് ടു ഗീവ് M++OH-. അപ്പം നിങ്ങൾ ഈ ഫിനോഫ്തലിൻ്റെയും മീഥൈൽ ഓറഞ്ചിൻ്റെയും ഡിസോസിയേഷൻ്റെ ഇക്വേഷൻ പഠിക്കണം. കളർ 1ഉം കളർ 2ഉം എവിടെയാണ് എഴുതേണ്ടത് എന്നും ഓർത്തിരിക്കണം. മീഥൈൽ ഓറഞ്ചിൽ MEOH എന്നുള്ള അൺഡിസോസിയേറ്റഡ് മോളിക്യൂളിന് യെല്ലോ കളറും Me+ എന്ന ഡിസോസിയേറ്റഡ് അയോണിന് റെഡ് കളറുമാണ്. അല്ലെങ്കിൽ ഈ യെല്ലോയ്ക്ക് പകരം ഓറഞ്ച് എന്നും ചില ഭാഗങ്ങളിൽ കാണാം. അപ്പോൾ MEOHന് യെല്ലോ കളറും Me+ന് റെഡ് കളറും. ഇനി നേരത്തെ പറഞ്ഞ പോലെ 2 സിറ്റുവേഷനാണ്, അസിഡിക് അറ്റ്മോസ്ഫിയറും ബേസിക് അറ്റ്മോസ്ഫിയറും. അസിഡിക് അറ്റ്മോസ്ഫിയർ പറയുമ്പം എന്താണ് സംഭവിക്കുന്നത്? അസിഡിക് അറ്റ്മോസ്ഫിയർ ആവുമ്പോൾ H+ അയോൺസ് ആണ് കൂടുതലായിട്ടുള്ളത്. ആ H+ അയോൺസ് നേരത്തേതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഇവിടെയുണ്ട്. ശ്രദ്ധിച്ചേ, അസിഡിക് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അവിടെ H+ അയോൺസ് കൂടുതലായിട്ടുണ്ട്. അത് ഈ പറയുന്ന OH- അയോൺസുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് മാറും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസെൻട്രേഷൻ കുറയും, സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആകും. സിസ്റ്റം വിൽ ട്രൈ ടു അഡ്ജസ്റ്റ് ദാറ്റ് ചേഞ്ച്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസെൻട്രേഷൻ കുറയുമ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റിൽ നിന്ന് കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് ഡിസോസിയേഷൻ നടക്കും. അപ്പോൾ കൂടുതലായിട്ട് Me+ഉം OH- വരും. സിസ്റ്റം റെഡ് കളറിലായിരിക്കും കാണപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അസിഡിക് സിറ്റുവേഷൻ ആണെങ്കിൽ H+ അയോൺസ് കൂടുതലായിട്ടുണ്ട്, അത് OH- ചേർന്ന് വാട്ടറായിട്ട് പോകും. അപ്പം ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് അതിനെ മാനേജ് ചെയ്യാൻ MEOH ഡിസോസിയേറ്റ് ചെയ്ത് Me+ഉം OH- റൈറ്റിലേക്ക് വരും. അപ്പോൾ പിന്നെ MEOH ഇല്ല. then we have only Me+ that is having the red color. അസിഡിക് സൊല്യൂഷനിൽ മീഥൈൽ ഓറഞ്ച് റെഡ് കളറിലാണ് കാണപ്പെടുന്നത്. ഇനി ബേസിക് സിറ്റുവേഷനിലേക്കാണ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ബേസിക് സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ OH- അയോൺസ് ഉണ്ട്. അപ്പം OH- അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടും എന്ന് നമുക്ക് പറയാം. റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസെൻട്രേഷൻ കൂടുന്നു. അതിനനുസരിച്ച് സിസ്റ്റം എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്? Me+ഉം OH- കൂടെ കമ്പൈൻ ചെയ്ത് MEOH ആയിട്ട് അത് റിട്ടേൺ ചെയ്യുന്നു. ഈ MEOH ആയിട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് യെല്ലോ ആയിരിക്കും. ബേസിക് സിറ്റുവേഷനിൽ OH- അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസെൻട്രേഷൻ കൂടുന്നു. അപ്പോൾ ഈ കൂടുന്നതിനെ കുറയ്ക്കാൻ വേണ്ടി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് MEOH ആയിട്ട് മാറുന്നു. അപ്പോൾ പിന്നെ നമ്മളുടെ കയ്യിൽ MEOH ഉള്ളൂ, Me+ ഇല്ല. അപ്പോൾ MEOHന് യെല്ലോ കളറാണ്. ദാറ്റ് ഈസ് മീഥൈൽ ഓറഞ്ച് ഇൻ ബേസിക് സിറ്റുവേഷൻ ഷോസ് യെല്ലോ കളർ. ഇതാണ് ആ ഒരു കളറിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. ആസിഡ് ആണെങ്കിൽ മീഥൈൽ ഓറഞ്ച് റെഡ് കളറിൽ കാണപ്പെടും. ആൽക്കലി ആണെങ്കിൽ, ബേസ് ആണെങ്കിൽ മീഥൈൽ ഓറഞ്ച് യെല്ലോ കളറിൽ കാണപ്പെടും. ഓക്കെ, താങ്ക് യു.